ഇന്നത്തെ നല്ല രുചി തേടി ഞാൻ എത്തിയിരിക്കുന്നത് അങ്കമാലിയിലാണ്, ദ സൂര്യ ഹോട്ടലിൽ. വേറിട്ട രുചികളുമായി എത്തുന്ന നല്ല രുചിയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദ സൂര്യ ഹോട്ടലിലെ ഷെഫായ സുദേവൻ ഷെഫാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷെഫ്. ഹായ്. അപ്പോൾ ഇത് എന്ത് സ്പെഷ്യൽ ഡിഷാണ് ഞങ്ങൾക്കായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? അലാക്കിങ് എന്ന് പറഞ്ഞ ഡിഷാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അലാക്കിങ്. അപ്പോൾ അത് ചിക്കൻ്റെ ഡിഷാണ്. ചിക്കൻ വിത്ത് വൈറ്റ് സോസ്. ഇത് യൂറോപ്യൻ ഡിഷാണ്. ഓക്കെ, യൂറോപ്യൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ഓക്കെ. ഇത് ബട്ടർ, ബ്ലാക്ക് പെപ്പർ, നട്ട്മഗ്, പാഴ്സലി, മഷ്റൂം, ക്യാപ്സിക്കം, ചിക്കൻ, ഫ്ലോർ, ഓണിയൻ, ഷാലറ്റ്സ്, സാൾട്ട് ആൻഡ് സ്റ്റോക്ക്, മിൽക്ക്. ഓക്കെ, എനിക്ക് തോന്നുമ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ചിക്കനാണ് എൻ്റെ മെയിൻ ഡിഷ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾക്ക് ഈ ഓണിയൻ, ക്യാപ്സിക്കം, മഷ്റൂം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മഷ്റൂമും ക്യാപ്സിക്കം സോട്ട് ചെയ്യുന്നു. അപ്പോൾ ബട്ടറിൽ നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഒന്ന് നന്നായിട്ട് ഒരു സോട്ട് ചെയ്തെടുക്കാം. മഷ്റൂം ഇടുക. നമുക്ക് ഇനി ഇതിനെ ഒരു ഡിഷിലേക്ക് മാറ്റാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഡിഷ് അലാക്കിങ് നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്തത് ബട്ടറിൽ ഇതുപോലെ തന്നെ മഷ്റൂമും ക്യാപ്സിക്കും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. ഇനി നെക്സ്റ്റ് സോസ് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് അതിനകത്ത് ബട്ടർ വേണം. 3 സ്പൂൺ ബട്ടർ അല്ലേ? അതെ, 3 സ്പൂൺ ബട്ടർ. ഓണിയൻ എല്ലാ യൂറോപ്യൻ ഡിഷുകളിലും ബട്ടറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, പക്ഷെ ബട്ടർ കുറച്ചും കൂടി റിച്ചാണ്. നമ്മൾ ഫ്ലോർ കുറച്ച് ഇടണം. കോൺഫ്ലോർ മൈദയാണ്. ഒരു സ്പൂൺ കൂടെ ഇട്ടോളൂ. ഓക്കെ, ഏകദേശം 2 സ്പൂൺ മൈദ. ഇനി കുറച്ച് മിൽക്ക് വേണം. ഒരു 1/2 കപ്പ് മിൽക്ക്. 1/2 കപ്പ് മിൽക്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സാധാ മിൽക്കാണ്. അതെ. സോസിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്തത് ബട്ടർ, ഒരു 3 സ്പൂൺ ബട്ടറിലോട്ട് നമ്മൾ സവാള അരിഞ്ഞതിട്ടു. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം മൈദ, ഒരു 2 സ്പൂൺ മൈദ, പിന്നെ മിൽക്ക്, സാധാ മിൽക്ക്. ചിക്കൻ സ്റ്റോക്ക് ഉണ്ട്. നല്ല തിക്കായി ഗ്രേവി. സ്ലോ ഫയറിൽ നമ്മളതിനിങ്ങനെ സോസ് തിക്കാക്കി എടുക്കണം. ഓക്കെ, അതിന് തന്നെയാണ് നമ്മൾ മൈദ യൂസ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? തിക്കിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഫയർ നമ്മൾ കുറച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലേ? കുറച്ച് സാൾട്ട്, ബ്ലാക്ക് പെപ്പർ ഇടാം.
പെപ്പർ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പർ. ഇനി കുറച്ച് നട്ട്മഗ്. നല്ലൊരു ഫ്ലേവറാണ് അത്. ഓക്കെ, അത്ര മതി. ഏകദേശം ഒരു അര സ്പൂൺ അല്ല 1/4 സ്പൂൺ മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ നട്ട്മഗ് പൗഡർ ഇട്ടിട്ടുണ്ട്, അതിന്റെ സ്മെല്ല് നന്നായിട്ട് ഇടുന്നുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യേണ്ടത്? ഇനി കുറച്ചുകൂടെ ലൂസ് ആക്കാനായിട്ട് മിൽക്ക് വേണം. ഓക്കെ, ഇത്രയും തിക്ക് വേണ്ട നമുക്ക്. വേണ്ട. ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അല്ലേ, ഫ്ലേവർ വരുന്നുണ്ട്. അത് പൊതുവേ ബട്ടർ ആയതുകൊണ്ട് ആ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ സോസിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ചിക്കൻ ആഡ് ചെയ്യുന്നു. ചിക്കൻ നമ്മളത് ബോയിൽഡ് ചിക്കൻ ആണ്. ഇതിനകത്ത് ഹെർബ്സ് ഒക്കെ ഇട്ട് നമ്മൾ ബോയിൽ ചെയ്ത് വെക്കുന്നതാണ്. ബോൺലെസ് ആണ് തോന്നുന്നു. ബോൺലെസ് ചിക്കൻ ആണ്. ഇട്ടോളൂ. ഇനി ആ സോസിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ക്യാപ്സിക്കം, സോട്ട് ചെയ്ത മഷ്റൂം, ക്യാപ്സിക്കം. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സോട്ട് ചെയ്ത് വെച്ചിരുന്ന ക്യാപ്സിക്കം, മഷ്റൂം അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചുകൂടെ സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്, ഒന്നുകൂടി കുക്കാനായിട്ട്. കോമ്പിനേഷൻ എന്തൊക്കെ വരാം? ഇതിന് വൈറ്റ് റൈസ് കഴിക്കാം, അല്ലെങ്കിൽ പാസ്ത, നൂഡിൽസ്, സ്പെഗറ്റി ഓർ നൂഡിൽസ്, പിന്നെ ബ്രെഡ്. ഇനി കുറച്ച് പാഴ്സലി ഇടാം. 1/2 ടീസ്പൂൺ പാഴ്സലി മതി. അപ്പോൾ അലാക്കിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡിഷ് ഉണ്ടാക്കുന്ന രീതി ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് ബട്ടർ ഇട്ട് അതിലേക്ക് മഷ്റൂമും പിന്നെ ക്യാപ്സിക്കും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞത് നമ്മൾ സോസ് റെഡിയാക്കലായിരുന്നു. അപ്പോൾ സോസ് റെഡിയാക്കാൻ ഇതുപോലെ തന്നെ ബട്ടറിലാണ്. ഫസ്റ്റ് ബട്ടർ ഇട്ടു, പിന്നെ ഓണിയൻ അത് നന്നായിട്ട് സോട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് മൈദയും സാദാ മിൽക്കും അല്ലേ, സാദാ മിൽക്കും ഇട്ട് നന്നായിട്ടൊന്ന് പിന്നെ ഒന്നുകൂടി സോട്ട് ചെയ്യാം. അതിലേക്കല്ല നമ്മൾ സ്റ്റോക്ക് ആഡ് ചെയ്തത്. സ്റ്റോക്ക് ആഡ് ചെയ്തു, പിന്നെ ചിക്കൻ ഇട്ടു, നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്ന മഷ്റൂമും ക്യാപ്സിക്കവും കൂടി മിക്സ് ചെയ്തു ശരിക്കും സോട്ട് ചെയ്യുക. ഒരു 2-3 മിനിറ്റ്സ് മതിയെന്ന് തോന്നുന്നു. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിച്ചതും അതുപോലെ നട്ട്മഗ് പൗഡറും പാഴ്സലിയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് വെച്ചു അല്ലേ. അപ്പോൾ തിക്ക് ഗ്രേവി വേണ്ടവർക്ക് ഇതുപോലെ തന്നെ തിക്കായിട്ടിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്കും സ്റ്റോക്കും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഉപ്പിന്റെ കാര്യം, ഉപ്പ് നേരത്തെ തന്നെ നമ്മൾ ചിക്കനിലല്ലേ വേവിച്ചപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉപ്പുണ്ട് ആവശ്യത്തിന്. ഇനി നോക്കിയിട്ട് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇനി സംസാരിച്ച് നിൽക്കുന്നില്ല, ഇന്നത്തേക്ക് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്തോളൂ. ഇനി നമുക്ക് ആ ടൊമാറ്റോ എടുക്കുക, ഗാർണിഷ് കുറച്ച്. അലാക്കിങ് റെഡിയാണ്. അപ്പോൾ യൂറോപ്യൻ ഡിഷായ ചിക്കൻ അലാക്കിങ് റെഡിയാണ്. ഓക്കെ. ഫസ്റ്റ് മഷ്റൂമാണ് ഞാൻ കഴിച്ചത്.
നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ചിക്കന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെഫ് പറഞ്ഞ പോലെ അധികം മസാലയൊന്നുമില്ല, യൂറോപ്യൻ ഡിഷ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു എന്തിൻ്റെ കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ ആ ജാതിക്കപ്പൊടിയുടെയും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. സോസ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സോസ് ഇത്രയും ടേസ്റ്റ് ആവാൻ കാര്യം ബട്ടറിൽ ചെയ്തതുകൊണ്ടാണ്. പിന്നെ മിൽക്കുണ്ട്, പിന്നെ ഒരു സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദ യൂസ് ചെയ്തു. എല്ലാം കൊണ്ടും ആ സോസ് സൂപ്പറാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ശരിക്കും പറഞ്ഞാൽ സോസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്യട്ടെ കുറച്ചുകൂടെ. എന്നാലും ഈ ഡിഷ് സൂപ്പറാണ്. അപ്പോൾ അടുത്ത ഡിഷും ഇതുപോലെ തന്നെ സൂപ്പറായിരിക്കുമോ? നിങ്ങൾക്ക് എല്ലാവർക്കും സാലഡ് ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് ഷെഫ് ഓഫർ ചെയ്തിരിക്കുന്നതും ഒരു സാലഡ് തന്നെയാണ്. അപ്പോൾ ഷെഫേ, ഏത് സ്പെഷ്യൽ സാലഡ് ആണെന്ന് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്? ആപ്പിൾ ആൻഡ് ഐസ്ബർഗ് ലെറ്റൂസ്. ഓക്കെ, ആപ്പിൾ ആൻഡ് ഐസ്ബർഗ് ലെറ്റൂസ് സാലഡ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ആപ്പിൾ, ഐസ്ബർഗ് ലെറ്റൂസ്, ഷുഗർ, മയോണീസ്, പാഴ്സലി, ബ്ലാക്ക് പെപ്പർ, ലൈം ജ്യൂസ്, സാൾട്ട്, മിൽക്ക്. ഇത്രയും മതി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, മിൽക്ക് ഒഴിക്കണം. ഓക്കെ, ഒരു സ്പൂൺ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലോട്ട് ഒരു 2-3 സ്പൂൺ മിൽക്ക് അല്ലേ ഒഴിക്കണം. അതെ. ഇനി അതുപോലെ ഷുഗർ 4 സ്പൂൺ ഷുഗർ, മയോണീസ്. ഓക്കെ ഓക്കെ, ഇപ്പം 3 സ്പൂൺ. കുറച്ച് ലൈം ജ്യൂസ് 2 സ്പൂൺ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിളിലോട്ട് നമ്മൾ പഞ്ചസാര ഇട്ടു, പിന്നെ മയോണൈസ് ഒരു 3 സ്പൂൺ ഇട്ടു, പിന്നെ ലൈം ജ്യൂസ് ഒഴിച്ചു. വേണമെങ്കിൽ മിൽക്കും ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ ഒരു ക്രീമി സ്റ്റൈലായത്. ശരിക്കും പറഞ്ഞാൽ സാലഡ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഹെൽത്തി ഫുഡാണ്. വേറെ പ്രോബ്ലങ്ങളൊന്നും വരാത്തൊരു. എനിക്ക് തോന്നുന്നു സാലഡ് മാത്രം കഴിച്ചാൽ മതി തോന്നുന്നു അല്ലേ? നമ്മുടെ ബോഡിക്ക് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും. നമ്മൾ യൂറോപ്പിന്റെ കൂടുതൽ സലാഡ്സ് ആണ് അവർ കൂടുതലും യൂസ് ചെയ്യുന്നത്. പിന്നെ പലതരത്തിലുള്ള അല്ലേ ഇതുപോലെ ഫ്രൂട്ട്സുകൾ കുറച്ച് പാഴ്സലി ഇടാം. 1 സ്പൂൺ പാഴ്സലി. സാലഡ്സിന്റെ മിക്സിംഗിലാണ് അല്ലേ? മിക്സിംഗിലാണ്. അതിൽ സോസ് മിക്സിംഗിലാണ്. മയോണീസ് അല്ലെങ്കിൽ ആ സോസുകളുടെ മിക്സിംഗിലാണ് ഇരിക്കുന്നത്. ഇനി കുറച്ച് ലെറ്റൂസ് നമ്മൾ ഈ ആപ്പിളും ലെറ്റൂസിന്റെയും ഇത് ക്വാണ്ടിറ്റി എങ്ങനെയായിരിക്കും? ക്വാണ്ടിറ്റി നമ്മൾ അതൊരു ലെറ്റൂസ് കൂടുതൽ വേണോ? അത് ഡിപ്പെൻഡ് ഓൺ പീപ്പിൾസ്. നമ്മൾ എത്ര പാക്സ് അല്ലെങ്കിൽ ആൾ എത്ര ആൾക്കാരുണ്ടോ അതനുസരിച്ചിട്ടല്ലേ. പിന്നെ ഇത് എത്രയും കഴിക്കുന്നത് നല്ലതാണ്. ക്വാണ്ടിറ്റി കൂടുതലായാലും പ്രശ്നം വരുന്നില്ല, സലാഡല്ലേ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെറ്റ്യൂസ് നേരത്തെ മിക്സ് ചെയ്ത് വെക്കാൻ പാടില്ല. അത് സോക്ക് ചെയ്ത് പോകും. നമ്മൾ ആ എല്ലാ മാരിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് ഈ ഐസ്ബർഗ് ലെറ്റ്യൂസ് മിക്സ് ചെയ്യാൻ പാടില്ല. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അല്ലേ ജസ്റ്റ് ഇങ്ങനെ. ഓക്കെ, ഇതിൻ്റെ മിക്സിങ് ഏകദേശം കഴിഞ്ഞ് നമുക്കിനി പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സലാഡ് ഏകദേശം നമ്മൾ പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന റെഡിയാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ആപ്പിൾ അല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാം? എല്ലാ ഫ്രൂട്ട്സും ഉപയോഗിക്കാം. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തു അല്ലേ? എല്ലാം മിക്സ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ആപ്പിൾ ലെറ്റൂസ് സലാഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് തന്നെ മിൽക്ക് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തു, പിന്നെ പഞ്ചസാര ഇട്ടു, മയോണീസ് 3-4 സ്പൂൺ ഇട്ടു, പാഴ്സലി ഇട്ടു, പിന്നെ ലൈം ജ്യൂസ് ഒഴിച്ചു, നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ മിക്സിങ്ങിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ലെറ്റൂസ് മിക്സ് ചെയ്ത്. ലെറ്റൂസ് ഏറ്റവും ലാസ്റ്റ് മിക്സ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സോക്കായി പോകും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. പിന്നെ തീർച്ചയായും.
സൂപ്പർ ആയിട്ടുണ്ട് ശരിക്കും. ആ മയോണൈസിന്റെ ഒരു പ്രത്യേക ടേസ്റ്റും പിന്നെ ആവശ്യത്തിന് പുളി പിന്നെ ആപ്പിളിന്റെ ആ ഒരു മധുരം എല്ലാം കൂടി മിക്സിങ്, അത് തന്നെയാണല്ലോ സലാഡ് എന്ന് പറയാം അല്ലേ? എന്തായാലും ഈ സാലഡ് സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു സാലഡും കൂടി റെഡിയാക്കി തരാമോ? റെഡിയാക്കി തരാം. അപ്പോൾ എന്തായാലും ഈ സാലഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഒരു വെറൈറ്റി സാലഡാണ്. എന്താണ് ഷെഫ് ഇത്? അതൊരു അറേബ്യൻ സലാഡാണ്. ഓക്കെ, അറേബ്യൻ സലാഡാണ്. അപ്പോൾ ഞാനിതൊന്ന് ഫുൾ ടേസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ. അപ്പോൾ ഇതിന് ഷെഫ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കിക്കോ. ഓക്കെ. അടുത്തൊരു അറേബ്യൻ സലാഡാണ്. എന്തായാലും അതിന്റെ പേര് നല്ല പണിയായിരിക്കും പറയാൻ അല്ലേ? ആണോ? അതെ അതെ. എന്താണ്? ഫത്തൂഷ്. ഫത്തൂഷ്. ഓക്കെ, ഫത്തൂഷ് സലാഡാണ് ഇന്ന് ഷെഫ് നമുക്കായിട്ട് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഫസ്റ്റ് പരിചയപ്പെടാം. ഓക്കെ. ക്രിസ്പി ബ്രെഡ്. ഓക്കെ. ബ്രെഡിനെ നമ്മൾ അതിനെ ഫ്രൈ ചെയ്തിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നു. ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കമ്പർ, ടൊമാറ്റോ, പാഴ്സലി, ലെറ്റ്യൂസ്. പിന്നെ ഒലീവ് ഓയിൽ, ലൈം ജ്യൂസ്, ബ്ലാക്ക് പെപ്പർ, സാൾട്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറേബ്യൻ സാലഡിന് നമുക്ക് ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ? ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇതിന് സലാഡ് ഇതിന് മിക്സ് ചെയ്യാം. ഓരോ ബോളിൽ ഓരോ നേരത്ത് മിക്സ് ചെയ്യാം. ഞാൻ മിക്സ് ചെയ്യട്ടെ? ഓക്കെ. ഷെഫ് പറഞ്ഞുതരാം. ഇതിൽ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ലല്ലോ, മിക്സിംഗ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ടൊമാറ്റോ, കുക്കമ്പർ, carrot, capsicum, ini lettuce, black pepper, ഏകദേശം ഒരു സ്പൂൺ ബ്ലാക്ക് പെപ്പർ, അര ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, ലൈം ജ്യൂസ് 2 ടീസ്പൂൺ, salt, ഉപ്പ് ആവശ്യത്തിന്, പാഴ്സലി, അടുത്ത പാഴ്സലി 2 ടീസ്പൂൺ. ഇനി ഒലീവ് ഓയിൽ. ഓക്കെ. ഇതിന്റെ മിക്സിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒലീവ് ഓയിലാണ്. ചെയ്തു തുടങ്ങാം. ഇപ്പൊ തന്നെ ഷെഫ് സലാഡ് മേക്കർ ആയിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡ് മിക്സ് ചെയ്യാം. ബ്രെഡ് നമ്മൾ ശരിക്കും ബ്രെഡിനെ വറുത്തെടുക്കുന്ന വറുത്തെടുക്കുന്ന ബ്രെഡാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ക്രിസ്പി ആയിരിക്കും ശരിക്കും. അപ്പോൾ അതധികം മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അത് അതിനകത്ത് ടോപ്പ് പോർഷനിൽ ഇട്ടാൽ മതി. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് സോക്കായി പോകും. ഓക്കെ. അറേബ്യൻ സാലഡായ ഫത്തൂഷ് റെഡിയായി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മേക്ക് ചെയ്യുന്ന രീതി ഒന്നുകൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ക്യൂബായിട്ട് കട്ട് ചെയ്താണ്. ക്യാരറ്റ്, കുക്കുംബർ, തക്കാളി, അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതൊക്കെ മിക്സ് ചെയ്തു. ഫസ്റ്റ് തന്നെ ഇട്ടു. അതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തത്. പിന്നെ ലൈം ജ്യൂസും ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പും ആവശ്യത്തിന് ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്കാണ് നമ്മൾ ലെറ്റൂസും അതുപോലെ തന്നെ ബ്രെഡ് നമ്മൾ വറുത്തെടുത്ത ബ്രെഡ് അത് അധികം മിക്സ് ചെയ്യണ്ട. അത് ഏകദേശം ഒരു ടോപ്പ് പോർഷനിൽ കിടക്കുന്ന പോലെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അറേബ്യൻ ഫത്തൂഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫത്തൂഷ് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ സലാഡ് റെഡിയായി.
അറേബ്യൻ സാലഡായ ഫത്തൂഷ് റെഡിയായി കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ചെയ്യട്ടെ. എല്ലാത്തിനും ടേസ്റ്റ് പ്രത്യേകം കിട്ടുന്നുണ്ട്. ഒലിവ് ഓയിലിൻ്റെ മിക്സിങ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സാലഡിൽ ആ ഒലിവ് ഓയിൽ മിക്സിങ് തന്നെയാണ് ഏറ്റവും നല്ല ആപ്റ്റ് ആയിട്ടുള്ളത്. ഇതിൽ പിന്നെ ഒലിവ് ഓയിൽ നമുക്ക് അറിയാം ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ആ ഒരു എരിവ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ വെജിറ്റബിൾസ് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇതുപോലെ സാലഡ്സ് റെഡിയാക്കുകയാണെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് പോകും, കഴിച്ചു പോകും. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത ആ ബ്രെഡിൻ്റെ ആ ഫ്രൈ അത് നന്നായിട്ടുണ്ട്. അത് ശരിക്കും ഒരു ക്രിസ്പി ആയതുകൊണ്ട് തന്നെ ഈ സാലഡ് നമ്മൾ കടിക്കുമ്പോൾ ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഡിഷുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ഹെൽത്തിന് നല്ലതായിട്ടുള്ള ഡിഷുകളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നല്ല രുചിക്ക് വേണ്ടി നമുക്ക് ഇത്രയും നല്ല ഡിഷുകൾ പ്രസൻറ്റ് ചെയ്ത ഷെഫ്, താങ്ക് യു സോ മച്ച്. വെൽക്കം. വേറിട്ട രുചികളും കാഴ്ചകളുമായി ഇനിയും നമുക്ക് നല്ല രുചിയിലൂടെ കാണണം. അതുവരേക്കും ഇറ്റ്സ് മീ സൗമ്യ സൈനിങ് ഓഫ്.